ഡോക്ടർ പി കെ ഗോപനിലേക്ക് ഞാനിപ്പോൾ ഈ ചർച്ചയുടെ ആമുഖമായി സൂചിപ്പിച്ച കാര്യങ്ങൾ കഴിഞ്ഞൊരു 50 ദിവസത്തെ ഭരണത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാണ് ഈ ഭരണത്തെ ലീഡ് ചെയ്യുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങളാണ്. അദ്ദേഹം മറ്റു മന്ത്രിമാർ പോലും പല കാര്യങ്ങളിലും ഉണ്ടോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാട് വിശദീകരണമായി പോകുന്നത്. സ്വന്തം തീരുമാനങ്ങളെന്ന പ്രശ്നം വലിയൊരു ചർച്ചാ വിഷയം കൂടിയാണ്. ശ്രീ ഗോപൻ, ഈ 50 ദിവസം കൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, പലവിധ സംശയങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് വേണ്ട വിശദീകരണങ്ങൾ, വേണ്ടതായ വിഷയങ്ങൾ, ഇതിലൊക്കെയും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രീതി അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏത് നിലയിലാണ് വിലയിരുത്തുന്നത്? അദ്ദേഹം പറഞ്ഞ പലതും വസ്തുതാപരമായി പിശകാണ്, അതിൽ വലിയ ഡിബേറ്റ് വന്നു, ഇദ്ദേഹം പറഞ്ഞതാണോ ശരി എന്നൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിതെല്ലാം വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. 50 ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ, നയങ്ങൾ, നിലപാടുകൾ, ഇതിൻ്റെ ഒരു പൊതുസ്ഥിതി തലം പ്രതിപക്ഷം കാണുന്നത് എങ്ങനെയാണ്? ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് നടത്തിയ പ്രസ്താവനകളെല്ലാം കേരളത്തിൻ്റെ പൂമുഖത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, അത് പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. സാധാരണഗതിയിൽ നമുക്കാർക്കും ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് നേർവിപരീതമായി താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് ചില വികാരങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തും. അത് ആരെയും തടസ്സപ്പെടുത്തും. അതിന് പൊളിറ്റിക്കൽ ലീഡർ ആവണമെന്നില്ല. എല്ലാവർക്കും ഉള്ള വ്യക്തിപരമായ ഒരു സവിശേഷതയാണത്. മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം ആധുനിക സാങ്കേതികവിദ്യയുടെ കാലത്ത് ഇത് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക മേഖലകളിലോ ടെലിവിഷൻ ക്ലിപ്പിങ്സിലോ ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ടും അതിന് വിപരീതമായിട്ട് തൊട്ടടുത്ത ദിവസം പറയുന്നതിന് ഒരു മടുപ്പുമില്ലാത്ത, അങ്ങനെ ഏതെങ്കിലും ഒരാളെ കേരളീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ വളരെ ചുരുക്കമായിരിക്കും. ഒരു മടിയും അക്കാര്യത്തിൽ ശ്രീ വി.ഡി. സതീശനെ ഭരിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും വളരെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഹിറ്റ്ലറുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ PR വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്ന ഗീബൽസ്, ജോസഫ് ഗീബൽസ്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം, 10 നുണ തുടർച്ചയായിട്ട് പറഞ്ഞാൽ അത് സത്യമാണെന്ന് ആരും സംശയിച്ചു പോകും. അത് അദ്ദേഹം പറയുന്നതിന് മുമ്പേ പഞ്ചതന്ത്ര കഥകളിലൊക്കെ ഉണ്ട്. ഈ കാക്ക ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് കറുത്ത പൊട്ടിനെ കാക്കയായിട്ട് വിശേഷിപ്പിക്കുന്നതിൻ്റെ കഥകളൊക്കെ എല്ലാ സമൂഹത്തിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രീ വി.ഡി. സതീശൻ ഈ ഗീബൽസിയൻ തന്ത്രം അദ്ദേഹം എടുത്ത് പയറ്റുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വാദത്തെ ബലപ്പെടുത്താൻ നുണകളെയാണ് അദ്ദേഹം ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞ നുണ എന്താ? ദേശാഭിമാനി, ഈ ദേശാഭിമാനി, കൈരളി എന്ന 2 വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ മീഡിയ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ മറ്റു മാധ്യമങ്ങൾ പലതും അദ്ദേഹത്തിന് സൗകര്യമായി മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മംഗലാപുര യാത്ര പിണറായി വിജയനാണ് നടത്തിയതെങ്കിൽ, എം.ഇ. ഗോവിന്ദൻ മാഷാണ് നടത്തിയതെങ്കിൽ, ഇനി എന്തിന് വേറെ അത്ര പ്രാധാന്യമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മാധ്യമങ്ങൾ അതിനെ പരിചരിക്കുന്ന വിധം എങ്ങനെയാണ്? അവർ 1 ലക്ഷം രൂപയുടെ പടക്കം വാങ്ങിച്ച് അവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ പൊട്ടിക്കും. ഇങ്ങനൊരു സ്കൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ വാർത്തയുടെ പുറകിൽ അവർ ദിവസങ്ങളോളം സഞ്ചരിക്കും. പക്ഷേ വി.ഡി. സതീശൻ്റെ ഒരു ഗുണം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യം, അദ്ദേഹത്തിന് വലിയ പ്രിവിലേജാണ് മാധ്യമങ്ങൾ. ഇത്തരം ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യവും അദ്ദേഹത്തോട് ചോദിക്കില്ല. പണ്ട് സാംബശിവൻ സാറിൻ്റെ കഥാപ്രസംഗത്തിൽ പറയും, ഉണ്ണികളെ വലയ്ക്കുന്ന ചോദ്യമൊന്നും ചോദിക്കരുതെന്ന് പറയും. അതുപോലെ വലയ്ക്കുന്ന ചോദ്യമൊന്നും അദ്ദേഹത്തിനെതിരായിട്ട് ചോദിക്കത്തില്ല. അത്തരം ചോദ്യങ്ങൾ ഉയർത്തിയാൽ കൈരളിയും ദേശാഭിമാനിയും അദ്ദേഹം വളരെ മോശമായിട്ട് ആക്ഷേപിച്ച് വിടുകയും ചെയ്യും. അപ്പോൾ മംഗലാപുര യാത്ര എന്താണ് എന്നുള്ളത് അദ്ദേഹം കേരളീയ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ പോയത് ചെന്ന് കണ്ടത് തന്നെ ആര്യാട് മുഹമ്മദിൻ്റെ ഒരു ബന്ധുവിനെയാണ്. ഇത്ര ഉളുപ്പില്ലാതൊരു വർത്തമാനം പറയാൻ. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പൈസ എവിടുന്നാണ്? ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്തത് ആരാണ്? ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് എത്രയായി? എന്ത് അടിയന്തര സാഹചര്യം? ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവുമല്ല, മത്സരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ഇത്രയും വലിയ പ്രിവിലേജ് അദ്ദേഹത്തിന് യാത്രയ്ക്ക് എങ്ങനെ കിട്ടി? ഇനി മംഗലാപുരത്ത് മൂകാംബിക ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനത്തിന് പോയതാണോ? അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശനെ പോലെ ഒരാൾക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇവിടുന്ന ഒരു ആരാധനാലയത്തിൽ പോകാൻ വില്ലാളി വീരനായ ശ്രീ കെ കരുണാകരൻ പോലും
ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസവും 1-ാം തീയതി പോയിക്കൊണ്ടിരുന്നത് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ല പോയത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിന് തൃപ്തികരമായ വിശദീകരണം കേരളീയ സമൂഹത്തിൽ കൊടുത്തില്ലെങ്കിലും ചില മാധ്യമങ്ങൾ അത് ചോദിക്കാൻ തയ്യാറല്ല എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെയാണ് അദ്ദേഹം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ദേശാഭിമാനിയുടെ വാർത്തയെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിനും അറിയാം, മറ്റുള്ളവർക്കും എല്ലാം അറിയാം, അതിനു മുമ്പ് പല മാധ്യമങ്ങളിൽ വന്നു ആ വാർത്ത എന്നുള്ളത്. അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദേശീയ മാധ്യമത്തിൽ വന്നു, കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നു. അതിനുശേഷം ദേശാഭിമാനി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ സോഴ്സ് ദേശാഭിമാനിക്ക് കിട്ടിയത് അദാനിയുടെ മേഖലയിൽ നിന്നാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് അദാനിയെ ചാർത്താൻ വേണ്ടി, മറ്റൊരു കേന്ദ്രത്തിൽ ചാർത്താൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ അപകടകരമായ ഒരു പ്രവണത ശ്രീ വി ഡി സതീശൻ കേരളത്തിൽ വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നുണകളുടെ ഒരു വലിയ ഘോഷയാത്ര അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമീപനം എന്താ? അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? അതെ, നമുക്ക് പറയുന്നത് എന്താ? ഈ രൂപത്തിൽ ഒരു ബന്ധമില്ലാതാണ് അദ്ദേഹം. അതെ.